ശബരി വിമാനത്താവള പദ്ധതിക്കായി പത്തനംതിട്ട കൊടുമൺ പ്ലാന്റേഷൻ ഭൂമിയിലേക്ക് പ്രതീക്ഷ നീളുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള റവന്യൂ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുടിയൊഴിപ്പിക്കലുകൾ ആവശ്യമില്ലാത്ത ഈ പദ്ധതിയിൽ പുതിയ സർക്കാരും അനുകൂല നിലപാടിലാണ്. വരാൻ പോകുന്ന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ചെറുവള്ളി എസ്റ്റേറ്റിലെ നിയമക്കുരുക്കുകളിൽപ്പെട്ട് ശബരിമല വിമാനത്താവള പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. ഇവിടെയാണ് പത്തനംതിട്ട കൊടുമണ്ണിലെ പ്ലാന്റേഷൻ ഭൂമിക്ക് പ്രസക്തിയേറുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള റവന്യൂ ഭൂമിയായതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കില്ല. മാത്രമല്ല ആരെയും കുടിയൊഴിപ്പിക്കേണ്ടിയും വരുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല സ്ഥലം കൊടുക്കണം. കാരണം ഒന്ന്, ഫ്രീ ലാൻഡ്, ഒരു പൈസ പോലും കൊടുക്കാതെ സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സ്ഥലം എടുക്കാവുന്നതാണ് ഒന്ന്. നമ്പർ 2, കൊമേഴ്സ്യലി വളരെ നല്ലൊരു സ്ഥലത്താണ്. ഏതിലേക്കൂടെ ആയാലും വാഹന സൗകര്യമാണെങ്കിലും ടൂറിസ്റ്റ് സെന്റേഴ്സ് എന്നുള്ള നിലയിലായാലും ഒക്കെ കൊടുമണ്ണാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള സ്ഥലം. കൊടുമണ്ണ് വന്നാൽ കേസുമില്ല, ആളുകൾ എവിക്ഷൻ ഒഴിപ്പിച്ചിടുന്ന പ്രശ്നമില്ല. ഭൂമിശാസ്ത്രപരമായ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും കൊടുമൺ എസ്റ്റേറ്റ് ഏറെ മുന്നിലാണ്. ശബരിമലയിൽ നിന്നും വലിയ ദൂരെയല്ലാത്ത ഈ ഭൂമിക്ക് തൊട്ടടുത്തുകൂടിയാണ് MC റോഡ്, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത, കായംകുളം പുനലൂർ റോഡ് എന്നിവ കടന്നുപോകുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളോ വന്യജീവികളുടെ ജീവന് ഭീഷണിയോ ഇല്ലാത്ത ഈ പ്രദേശം വിമാനത്താവളത്തിന് തീർത്തും അനുയോജ്യമാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടാണ് സ്ഥലം MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, മറ്റ് നിയമ തടസ്സങ്ങൾ തന്നെ ഒന്നും തന്നെ ഇല്ലാതെ, സർക്കാരിന്, കേരള ഗവൺമെൻറ്റിന് മറ്റ് യാതൊരുവിധമായ ബാധ്യതകളും നൽകാതെ അനുയോജ്യമായ സ്ഥലത്ത് എയർപോർട്ട് വരുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കൊടുമൺ. വർഷങ്ങളായി ആക്ഷൻ കമ്മിറ്റി, ഈ പ്രദേശ നിവാസികൾ, NRI അടക്കമുള്ള സുഹൃത്തുക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എനിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനം ഞാൻ സർക്കാരിൽ സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചുകൊണ്ടും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വ്യോമയാന ചരിത്രത്തിൽ കൊടുമൺ എസ്റ്റേറ്റിന് മുൻപും ഇടം ലഭിച്ചിട്ടുണ്ട്. 1959 വനം തെളിച്ച് രൂപീകരിച്ച ഈ എസ്റ്റേറ്റുകളിൽ 2012 വരെ എല്ലാ വർഷവും ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങിയിരുന്നു. റബ്ബർ മരങ്ങൾക്ക് തുരിശിലായിനെ തളിക്കുന്നതിനായി നെല്ലിക്കുന്ന് C ഡിവിഷനിലും ചന്ദനപ്പള്ളി 9ാം ഡിവിഷനിലും ഹെലിപ്പാഡുകൾ സജീവമായിരുന്നു. ചുരുക്കത്തിൽ വിമാനത്താവളങ്ങൾക്ക് പറന്നിറങ്ങാനുള്ള ഭൂപ്രകൃതി ഇവിടെയുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി അടിവരയിടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.